കേക്ക് തുടങ്ങിയത്. ഈ കേക്ക് ഇപ്പം എന്തിനാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇലോറയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു വന്ന് വീട്ടിൽ തന്നെ ഒരു ചെറിയ കേക്കും കാര്യങ്ങളൊക്കെ അങ്ങ് ഉണ്ടാക്കാമെന്ന്. ഇലോറയ്ക്ക് അങ്ങനെ 2 വയസ്സായി. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇലോറയ്ക്ക് 2 വയസ്സായെന്ന്. സമയമൊക്കെ എന്ത് പെട്ടെന്നാണ് പോകുന്നത്. ആ ചെറിയ കുഞ്ഞായിട്ടിരുന്നത് ഇപ്പോഴും ചെറുതൊക്കെ തന്നെയാണ്. ഈ കേക്ക് ഉണ്ടാക്കുമല്ലേ, എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു സ്റ്റോറിയും കൂടെ പറയാമേ. ഇലോറ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വന്ന ഒരു അതിഥി തന്നെയായിരുന്നു ലൈഫിൽ. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് സെറ്റിലായിട്ട് മതി കുട്ടികൾ എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഞങ്ങളെല്ലാവരും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവില്ലല്ലോ എപ്പോഴും. എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു പ്ലാനും കൂടെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പോയിന് നമുക്ക് ബിരിയാണിയും കൂടെ വെച്ചാലോ. ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി തന്നെ കേട്ടോ. സമയമില്ല, അവർ വരുന്നതിന് മുന്നേ എല്ലാം നമുക്ക് ചെയ്യണം. പിന്നെ ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ അല്ലേ നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ചെറുതായിട്ട് ആഘോഷിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ സ്റ്റോറിയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അപ്പം നമ്മുടെ കഥയുടെ ബാക്കി ഞാൻ പറയുകയാണെ. ആദ്യമത്തെ കുറച്ച് നാൾ എനിക്കതൊന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പുറകെ വൊമിറ്റിങ്ങും അങ്ങനത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും വന്നിട്ട് ഒരു ദിവസം പോലും ഞാൻ വീട്ടിലിരുന്നില്ല. എല്ലാ ദിവസവും ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ജെറി ആ സമയത്തേക്ക് കാനഡയിലേക്ക് വന്നു. എൻ്റെ PR-ൻ്റെ കാര്യങ്ങളും എല്ലാം നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു താമസം ഉണ്ടായിരുന്നു ഞാൻ കാനഡയിലേക്ക് വരാൻ. അതിനെക്കാട്ടിലും എനിക്ക് വിഷമം ഈ ഛർദിലും കൊണ്ട് എനിക്ക് ഒരു രക്ഷയില്ല. എൻ്റെ ഈ പ്രഗ്നൻസി ടൈമിൽ ഈ വോമിറ്റിംഗ് ശരിക്കും ഒരു വില്ലൻ തന്നെയായിരുന്നു. എല്ലാവർക്കും അങ്ങനെ വോമിറ്റിംഗ് വരണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അത് എൻ്റെ മെൻ്റലിയും എന്നെ ഫിസിക്കലിയും എല്ലാം അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോടും എനിക്ക് സംസാരിക്കേണ്ട, ഒറ്റയ്ക്കിരിക്കണം, ഫോൺ വേണ്ട, എനിക്ക് വെളിച്ചം ഇഷ്ടമല്ല, ഇരുട്ടത്തിരിക്കണം. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാർക്കും ഒക്കെ ഒരു പേടിയായി, ഞാൻ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ആ ഒരു 4-5 months ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ കുറച്ചും കൂടെ ഓക്കെ ആയിട്ടോ. എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ഒരു 3 മാസത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വോമിറ്റിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഫൈനലി എൻ്റെ മമ്മി ഒരു 39 weeks ഒക്കെ എനിക്ക് ആയപ്പോഴത്തേക്കിന് ഇങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ മമ്മി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് ഇച്ചിരി സമാധാനമായിരുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് പേരൻസാണ്. ഞങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പം അതിൻ്റേതായ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ 2 വർഷം എന്ത് പെട്ടെന്നല്ലേ പോയെന്ന് ഞാൻ ആലോചിക്കുന്നത്. അന്ന് കുഞ്ഞായിരുന്നപ്പം ഒന്നുമില്ലായിരുന്നു, എൻ്റെ കയ്യിലിരുന്ന കൊച്ച് ഇപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് നോക്കാറുണ്ട് കേട്ടോ. ഇവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എത്ര പെട്ടെന്ന് ആ കാര്യങ്ങൾ എന്നൊക്കെ. അങ്ങനെ ഇതാ ഇലോറ ഡേ കെയറിൽ നിന്ന് വന്നപ്പോഴത്തേനും ഞാൻ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കില്ലല്ലോ എന്നൊക്കെ. എന്താ എല്ലോരുടെ ചോയ്സോ? ഗിഫ്റ്റ് ആണോ? 2 ബേബി ഉണ്ടല്ലോ. ഇഷ്ടമായോ എല്ലോറ? മമ്മിയുടെ കലാവിരുന്ന് തൊട്ട് നടിപ്പിച്ചു. വാവോ, യമ്മി. ഇജി യമ്മി യമ്മി. ഇവളിതെല്ലാം ഓർത്തിരിക്കുമെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഓരോ കാര്യവും നമുക്കൊരു സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആണല്ലോ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക. ഞങ്ങള് ബിരിയാണി കഴിക്കാൻ പോവാണത്.
കേക്ക് ഫുള്ള് വേണം ഇപ്പൊ, അതിനാണ് ഇവിടെ ബഹളം വയ്ക്കുന്നത്. ബിരിയാണി അങ്ങനെ ആ സമയം കൊണ്ട് നമ്മുടെ ദം ബിരിയാണി ദേ ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ബാക്കി നമുക്ക് അങ്ങോട്ട് കഴിച്ചാൽ മതി. നാട്ടിൽ നിന്ന് വന്നപ്പോൾ പൈനാപ്പിൾ എസൻസും ഒക്കെ കൊണ്ടുവന്നത് ഞാൻ ഒഴിച്ചായിരുന്നേ. അപ്പോൾ തുറന്നപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ദാ ആദ്യമേ ബർത്ത്ഡേ ഗേൾ തന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞു. പപ്പടം കട്ടെടുക്കാൻ ഓക്കെ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.